ഫസ്റ്റ് ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം റിലീസിന് മുമ്പ് നിങ്ങൾ വളരെ അധികം സപ്പോർട്ട് ചെയ്ത് അത് മാക്സിമം റീച്ച് ചെയ്യാനുള്ള എല്ലാ ഓൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് വളരെ വളരെ നന്ദി. സിനിമ അല്ലേ? അല്ല, ഞാൻ ഇന്നാണ് സിനിമ ഫുള്ളായിട്ട് കാണുന്നത്. ഇതിനകത്ത് വർക്ക് ചെയ്തെങ്കിലും ശരിക്കും ഇതിന്റെ കഥയൊന്നും ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് കണ്ടപ്പോൾ ഇതൊരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമ കാണുമ്പോൾ ചിലർ പറയും നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മ്യൂസിക്കാണ്, ക്യാമറകൾക്ക് ഗംഭീരാണ്, അങ്ങനെ ഓരോന്നിനെ പറ്റിയും പറയും. ഇപ്പൊ ഈ സിനിമ കൊണ്ട് എനിക്ക് തോന്നിയത് നല്ലൊരു സിനിമയാണെന്നാണ്. അതിനർത്ഥം എല്ലാം നന്നായിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് എല്ലാവരും ഇന്ത്യൻസൊക്കെ അത്ഭുതപ്പെടുത്തുന്ന നടന്നുണ്ട് മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ടൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു നടന്ന് പറഞ്ഞ പ്രത്യേകിച്ച് സിനിമയില് സുന്ദരനായിരിക്കണം, ഇത്ര അടിപ്പൊക്കം വേണം, ഇന്ന നിറം ഉണ്ടായിരിക്കണം, ശബ്ദഗാംഭീര്യം വേണം, അങ്ങനെ പല പല ഗുണങ്ങളുള്ള സദ്ഗുണസമ്പന്നനായിട്ടുള്ള ഒരു കഥാനായകനാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായത്. ആ കാലം മാറിയിട്ട് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ നടനാണ് കുതിരവട്ടം പപ്പുവേട്ടൻ. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, പപ്പുവേട്ടൻ അത്ഭുത നടനാണ്. അദ്ദേഹം പല ഹ്യൂമറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സീരിയസ് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ കാണുന്ന ഇന്ദ്രൻസ് ആണ് അങ്ങനെ നടൻ. അത് മലയാളത്തിന്റെ ഭാഗ്യമാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ദ്രൻസ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇന്ദ്രൻസ് ഇങ്ങനെ ഒരു ക്യാരക്ടർ. അതുപോലെ എല്ലാവരും ഇപ്പം മുരളിയാണെങ്കിലും രാവിലെയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ അത് കൃത്യമായിട്ട് ഒരു ഡയലോഗ് പ്രസന്റേഷനിലും സിറ്റുവേഷൻസിലും ഒക്കെ അത് കൃത്യമായ തിരക്കഥയിൽ കൂടെ വന്നു പോകും. അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ തോന്നുന്നത് ശരിയായിരിക്കാം. ഇപ്പം നിങ്ങൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് ഈ സിനിമ എത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന്റെ ഫലങ്ങളാണല്ലോ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ. അത് നിങ്ങൾ ചെയ്യുക, നിങ്ങളെ സഹായിക്കുക. താങ്ക് യു. വിജയേട്ടാ ഇപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിലേക്ക് ഈ സിനിമയിൽ വരുന്നത്. അപ്പോ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം, അത് കുറെ കാലങ്ങൾക്ക് ശേഷം പഴയ ആ ഒരു വില്ലൻ സ്വഭാവം എടുത്തു കഴിഞ്ഞപ്പം എങ്ങനെയുണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പണ്ടും ഇന്നും ഒരു കഥാപാത്രവും ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ നായകനായിട്ടോ അല്ലെങ്കിൽ കോമഡി കഥാപാത്രമായിട്ടോ ഞാൻ കരുതാറില്ല. ഞാൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അയാള് എന്താണ്, അയാളുടെ ധർമ്മം എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അതിനെ ബേസ് ഞാൻ ചെയ്യുന്നു. അതിനകത്ത് എനിക്കതിനകത്തൊരു ഞാൻ നന്മ ചെയ്യുന്ന ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ പ്രത്യേക സ്വഭാവവും മോശമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോഴുള്ള വിഷമമൊന്നുമില്ല. ഞാൻ നല്ല ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. ഇതുപോലെ കുശാഗ്രബുദ്ധിയുള്ള ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അയാൾ എങ്ങനെയായിരിക്കും? മാത്രമല്ല, ഞാൻ ഇങ്ങനത്തെ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കാൻ ഇത് എങ്ങനെ വ്യത്യസ്തമാക്കും? ഞാനൊരു ഈ ക്യാൻവാസ് അല്ലേ, ഈ ക്യാൻവാസിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും? എൻ്റെ കയ്യും കാലും എൻ്റെ മുഖമൊക്കെ തന്നെയല്ലേ. പിന്നെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. ഞാൻ കഥാപാത്രങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? വില്ലനായിട്ടോ നായകനായിട്ടോ കോമഡി ആയിട്ടോ ഒന്നല്ല. ആസ് എ ക്യാരക്ടർ അതെന്താണ്, അയാൾ എങ്ങനെയാണ്, അയാൾ എങ്ങനെയായിരിക്കും, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ഡയറക്ടറോട് ഈ സിനിമ എടുക്കാൻ നേരത്ത് ഏറ്റവും സംശയം ജനങ്ങളിലേക്ക് എത്തുമ്പം അത് ഏതെങ്കിലും തരത്തില് ഒരു കണക്ട് ആവാതെ വരുമോ എന്നുള്ള ഒരു സംശയം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇതിന്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് തീർത്തതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടില്ല. സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ഒരു കറക്ഷനെ കുറിച്ചോ ടോട്ടാലിറ്റി ഇല്ല. പക്ഷെ കണക്ട് ആവുമോ എന്ന് വിചാരിച്ച ചില സീക്വൻസുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള ബിഗിനിങ്ങിലുള്ള ജാഫ്ന സീക്വൻസ്,
അത് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റാണ്, അങ്ങനെ ഒരു അറ്റംഷൻ. അതിനുശേഷം ഇന്റർവൽ പഞ്ചിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്, ഒരു കാളകളെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് സ്ട്രെയിൻ എടുത്തും അത് വളരെ സൂക്ഷ്മതയോടും ഷൂട്ട് ചെയ്ത സീക്വൻസുകളാണ്. ഇപ്പോൾ ആദ്യത്തെ വാർ സീക്വൻസ് ആയാലും ആ ഇന്റർവൽ പഞ്ച് സീക്വൻസ് ആയാലും അത് CG വന്നതിന് ശേഷമേ അറിയൂ എത്രത്തോളം അത് കറക്റ്റ് ആവുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് അത് കുറേ കാളകളെയൊക്കെ ഒറിജിനൽ CG ഒക്കെ സപ്പോർട്ട് മാത്രമാണ്, മാക്സിമം ഒറിജിനലായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാളകളെയൊക്കെ കൊണ്ടുവന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തുടക്കത്തിൽ കുട്ടികളെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ജാഫ്ന സീക്വൻസിലെ ഗൺ ഫയറും അതെല്ലാം കുറച്ച് അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് അങ്ങനെ വരുന്നുള്ള ടെൻഷനുണ്ട്. പക്ഷെ അത് മാക്സിമം അത് നോക്കി ചെയ്തു സക്സസ് ആയെന്നാണ് തോന്നുന്നത്. ഇന്ദ്രൻ ചേട്ടനിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണം എന്തായിരുന്നു? ഇതിനകത്ത് കുറെ ചില കഥാപാത്രങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ തന്നെ, സ്ക്രിപ്റ്റ് തുടങ്ങുന്നതിന് അതിൻ്റെ ഏകദേശം ഒരു കഥയുടെ രൂപമാവുന്ന സമയത്ത് തന്നെ ഈ ക്യാരക്ടർ ഇന്നയാൾ ചെയ്യണം എന്ന് തീരുമാനമായ കുറേ കഥാപാത്രങ്ങളുണ്ട് ഇതിനകത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇന്ദ്രൻ ചേട്ടനാണ്. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എഴുതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഥാരൂപത്തിലാകുമ്പോൾ തന്നെ ഇന്ദ്രൻ ചേട്ടൻ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ദ്രൻ ചേട്ടനെ വിളിച്ചു. അങ്ങനെയാണ് ഇന്ദ്രൻ ചേട്ടൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഉള്ള ഇപ്പം സിനിമ കണ്ടതുകൊണ്ട് പറയാം, ഈ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇന്ദ്രൻ ചേട്ടന് ഇതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസുകളും അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ വെച്ച് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. കാരണം ഇന്ദ്രൻ ചേട്ടൻ ഫിസിക്കലി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി. ആ വീഴുന്ന സീക്വൻസും ആ ഫയർ ചെയ്യുന്നതൊന്നും CG സപ്പോർട്ടല്ല, അത് മാക്സിമം അത് ഗൺഫയർ എല്ലാം അങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നതാണ്, ബുള്ളറ്റ് എല്ലാം നെഞ്ചിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ ചെയ്യിപ്പിക്കാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ദ്രൻ ചേട്ടൻ ഒരിക്കലും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും ഇന്ദ്രൻ ചേട്ടൻ ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, ഇതിന്റെ കഥയായതിനു ശേഷം അത് തിരുവനന്തപുരത്തിന് കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ഒരു തമിഴ് ആളാണെന്ന് ആദ്യം തീരുമാനമായി. വെട്രി എന്ന് പറഞ്ഞ കഥാപാത്രം രൂപമാകുമ്പോൾ തന്നെ നമ്മളുടെ ഡിസ്കഷനിൽ വന്ന ആദ്യത്തെ പേര് ആര്യ സാർ തന്നെയാണ്. അങ്ങനെയാണ് ആര്യ സാറിലേക്ക് പോകുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ സിനിമയിൽ ഓൾമോസ്റ്റ് ഒരു 90% ക്യാരക്ടേഴ്സും നമ്മൾ എഴുതുമ്പോൾ ഇന്ന ആള് വേണം എന്ന് നിർബന്ധപൂർവ്വം എഴുതിയ ആളാണ്. അങ്ങനെ ഇതിന്റെയൊക്കെ ഒരു വളരെ ഏർലി സ്റ്റേജിൽ വിളിച്ചിട്ടുള്ള ഒരാളാണ് സാബുക്ക്. അതുപോലെ തന്നെ ഈ മുരളീകൃഷ്ണൻ അമ്മയായിട്ട് അഭിനയിക്കുന്ന ചേച്ചി ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഇപ്പോ നിലനിൽക്കുന്ന അമ്മമാരിൽ അമ്മേനെ തന്നെ കാസ്റ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രം ഏറ്റെടുത്തത് ഭംഗിയായിരുന്നു തോന്നുന്നുണ്ടോ? അതെ അതെ, അമ്മ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ഏജിൽ നിന്ന് അമ്മ അതുപോലെ ഒന്ന് വേണം. രണ്ട്, നമ്മൾ അവിടെ ഫോട്ടോ വയ്ക്കാൻ തീരുമാനിച്ചത് സത്യൻ സാറിന്റെ ഫോട്ടോയാണ്. അപ്പൊ സത്യൻ സാറിന്റെ ഫോട്ടോ വെക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്ന ഒരു അമ്മ വേണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യും എന്ന് വെച്ചിട്ടാണ് അമ്മ വെച്ചത്. അതുപോലെ അപ്പാനിശ്വരത്തിന് സെന്റിമെന്റ്സ് ഡയലോഗാണ് കൊടുത്തത്. ഏറ്റവും പഞ്ചായത്ത് അങ്കമാലി ഡയറക്ടറിന് ശേഷം അപ്പാനി അതിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു അതിനെ പറ്റി പറയാനേ? അതെ, ഇതിനകത്ത് ശരത്തെല്ലാം നന്നായിട്ട് എല്ലാവരും, ഞാൻ പറയും ശരത്ത് അത് ഗംഭീരമാക്കി. അതുപോലെ ഇതിനകത്തുള്ള ഓരോരുത്തരും അത് ആ ക്യാരക്ടേഴ്സ് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇന്ന ആള് വേണമെന്ന് തീരുമാനിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരെയൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. എല്ലാവരും അതായത് 90% മേലിൽ അവരെ തന്നെ കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് അത് എഴുതിയൊരാണ് ചിലപ്പോൾ ആ ആളല്ല വേണ്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ പറ്റില്ല. ശരത്തൊക്കെ ഇതിന്റെ വെരി ഏർലി സ്റ്റേജിൽ ഇതിനകത്ത് ഇന്നായ ആളാണ്. ശാന്തിയിലേക്ക് എത്തുന്നത്, ശാന്തിയുടെ ക്യാരക്ടർ ഭയങ്കര പവറുള്ളതായിരുന്നു. അപ്പോൾ ശാന്തിയിലേക്ക് ഈ പറയുന്ന ശാന്തി തന്നെയായിരുന്നോ എഴുത്തിലും വന്നത്? അതോ ശാന്തിയുടെ കഥാപാത്രത്തിന് ഞങ്ങൾ ഇങ്ങനെ ആരാണെന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. ഇപ്പൊ ശാന്തിയുടെ ഇതിന് മുന്നുള്ള സിനിമകൾ കണ്ടിട്ട് ഒരു ദിവസം ശാന്തിയെ വിളിച്ച് കാണുകയായിരുന്നു. പക്ഷെ ശാന്തിയോട് ഞാൻ ഈ കഥ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരാള് അതെങ്ങനെയാണ് റിസീവ് ചെയ്യുന്നതെന്ന്. അപ്പൊ അത് ശാന്തി ആ ക്യാരക്ടറിന് ആപ്റ്റാണ്, പക്ഷെ അത് റിസീവ് ചെയ്യുന്ന രീതിയാണെന്ന് നമുക്കറിയാതെ അവർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പൊ നിഖില ഉൾപ്പെടെ അങ്ങനെയാണ് വന്നത്. അപ്പൊ ശാന്തിയുടെ കേസിൽ ശാന്തി ആ കഥ കേട്ട സമയത്ത് തന്നെ അറിയാം ശാന്തി ഇത് ചെയ്താൽ നന്നാവുമെന്ന്. കാരണം അതൊരു കറക്റ്റ് മീറ്ററിങ്ങിൽ പോകേണ്ടതാണ്, ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ ശാന്തിയൊക്കെ അങ്ങനെ അതിന് വേണ്ടി ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമ്മുടെ മുമ്പ്.
ഒരുപാട് സ്വീകരിക്കപ്പെടുന്നുണ്ട്. റിവ്യൂസ് വന്നപ്പോഴും ആര്യയുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ആണെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഇപ്പം ഒരു ഡെബ്യൂസിനാണ് ഫുൾ ത്രൂ ഔട്ടായിട്ടുള്ള ഡെബ്യൂ സിനിമയ്ക്ക് അപ്പുറം അവിടെ കിട്ടുന്ന തമിഴ്നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയാണ് കാണുന്നത്? ഇത് ജനാർദ്ദൻ പറഞ്ഞ പോലെ ഇതൊരു തമിഴിലും ഭയങ്കരമായിട്ട് ഒരു റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ വെരി പവർഫുൾ തമിഴ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ അവിടെയും ഈ സ്ക്രിപ്റ്റും ഈ പടവും വളരെ വളരെ സൂപ്പർബായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഇങ്ങനെ ഒരു വൈഡ് സ്കെയിലിൽ എടുത്ത പടം, ബോത്ത് ലാംഗ്വേജസ് മലയാളം ആൻഡ് തമിഴ്, ഓഡിയൻസ് ഈക്വലായിട്ട് അക്സെപ്റ്റ് ചെയ്തെന്നുള്ള വിഷയം വന്നിട്ട് വളരെ ഒരു ഹാർട്ട് വാമിങ് ഫീലിംഗ് ആണ്. കുറച്ചുകൂടെ റോ ആക്ഷൻസ് ഉണ്ട്, അതിനോടൊരു കോർ ഇമോഷൻ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ അതിനൊരു ഇന്റൻസിറ്റി കൊണ്ടുവരാൻ പറ്റിയത്? കാരണം ഈ 2 ലാംഗ്വേജസിലും വർക്ക് ചെയ്ത ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടെ കുറച്ച് ചുറ്റി വെക്കുന്ന എല്ലാവരും കുറച്ചുകൂടെ പുതിയ ആൾക്കാരാണല്ലോ, താരതമ്യേന മുമ്പ് വർക്ക് ചെയ്തിട്ടില്ലാത്ത. ആ ഇന്റൻസിറ്റി എങ്ങനെ ശരിക്കും കൊണ്ടുവരാൻ? ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പം ഡയറക്റ്റ് ഇൻപുട്ട് ഇല്ലാതെ മുരളി സാറും എപ്പോഴും ഷൂട്ടിങ്ങിൽ ഉണ്ടാവും. സോ മുരളി സാർ വന്നിട്ട് മുരളി സാർ വന്നിട്ട് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇന്റൻസിറ്റി വേണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ ഫുൾ ആ ക്യാരക്ടറിനെ കുറിച്ച് തിരിച്ച് എനിക്ക് ഒരു ക്ലാസ് എടുക്കും. സോ ഓരോരോ സീക്വൻസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്ക് സ്റ്റോറി, പടത്തിൽ കാണിക്കാത്ത കുറേ ബാക്ക് സ്റ്റോറി, അവന്റെ ക്യാരക്ടർ അവൻ എന്തായിരുന്നു അതൊന്നും പടത്തിലില്ല. ബട്ട് ഫോർ മൈ അണ്ടർസ്റ്റാൻഡിങ്, ഫോർ മീ ടു പെർഫോം ബെറ്റർ, സോ മുരളി ചേട്ടൻ വന്നിട്ട് നിറയെ ഇൻപുട്സ് ഇങ്ങനെ തരും. സോ ഇറ്റ് വാസ് ഈസി ഫോർ മീ. സോ ഇതെല്ലാം എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് പെർഫോമിങ് ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. സോ ഡയറക്ടർ ആൻഡ് മുരളി ഗോപി സർ, I think with their inputs and our support, I think I could see myself as a different person in the film. ദേവമോഹൻ ഇവിടെ 104 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ദിവസം ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ ത്രൂ ആയിട്ട് ഷൂട്ട് ചെയ്യുക. അതും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വേർഷൻ സ്ക്രീനിൽ കാണിക്കാൻ പറ്റി. ഇതിന്റെ പ്രിപ്പറേഷനും ഈ എൻ പ്രോഡക്റ്റ് കാണുമ്പോൾ ആളുകൾക്കൊരു ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, എന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കണ്ടു എന്നുള്ള. അത് ശരിക്കും എങ്ങനെയാ ചുറ്റിനുള്ളവർ പറയാൻ? അല്ല, ഞാനും അതിന് വളരെ ഡിഫറെന്റ് ആയിട്ട് എന്നെ ഒന്ന് പ്രസന്റ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അനന്തങ്കാട്. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണകുമാരേട്ടൻ ഹാപ്പി ആയിരുന്നു ആ ഒരു ഗെറ്റപ്പിലും ആ ക്യാരക്ടറിന്റെ ഒരു മൂഡില്. പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ കാണാനായിട്ട്, എങ്ങനെയാണ് ആളുകൾ കണക്ട് ആവുമോ എന്നുള്ള കാര്യം. അത് കണക്ട് ആയെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല ഞാനാണത് ചെയ്തതെന്ന്. അത്രയും ഡിഫറൻസ് ഓൺ സ്ക്രീനിൽ ഉണ്ടെന്ന് പറഞ്ഞു. അത് എനിക്കിഷ്ടമാണ്, അങ്ങനെ എപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനും അങ്ങനത്തെ ലുക്ക് ആൻഡ് ഫീൽ വരാനായിട്ട്. ഓക്കെ, അല്ല, ഞാൻ മുരളീച്ചനോട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പരിചയം ഓൾറെഡി ഉണ്ടായിരുന്നു. മുരളീച്ചനോട് ആദ്യമായിട്ടാണ്. പിന്നെ ചേട്ടനാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എല്ലാം ഫുൾ നറേറ്റ് ചെയ്ത് തന്നത് ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ്. പിന്നെ എപ്പോഴും കുറെ സമയം ചേട്ടനോട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾ 4 പേരും എപ്പോഴും സെറ്റിൽ ഒരുമിച്ചായിരിക്കും. അപ്പൊ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു നിങ്ങൾ സിനിമയിൽ കാണുന്ന ഒരു ബോണ്ടിങ് ഓൾറെഡി ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് ഒരു സീനിന്റെ ഇടയിൽ അങ്ങനെ ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തത്. അത് തിരുവനന്തപുരത്തിന്റെ ഒരു വളരെ പുരാതനമായിട്ടൊരു പേരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തെ അങ്ങനെ ഒരു പേരിലേക്ക് പോയതാണ്. 2, അതിനകത്തൊരു ഇന്നർ ലൈനിൽ പറയുന്ന ഒരു കാര്യം, ആ കഥാപാത്രങ്ങളുടെ ഉള്ളിലൊരു വന്യതയും അതിന്റെ നന്മയും തിന്മയും ഉണ്ട്. അതാണ് അതിന്റെ ഇന്നർ ലൈനിൽ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു എഴുത്ത് സമയത്തെ തിരുവനന്തപുരം ആയതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ ഒരു പുരാതനമായ പേര് അനന്തങ്കാട് അതിലേക്ക് വരികയായിരുന്നു. നെഗറ്റീവ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. പക്ഷെ നേരിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര പാവമായിട്ടാണ് തോന്നാറ്. എന്തുപറ്റി ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഷെയ്ഡ് വരുമ്പോൾ എങ്ങനെ ക്യാരക്ടറിലേക്ക് ഇറങ്ങിയാണോ, എന്താണ് സംഭവം? ഞാൻ അങ്ങനെ അത്ര നല്ലവനായ ഒരാളൊന്നുമല്ല.
അല്ല, നെഗറ്റീവ് ഷെയ്ഡ്സ് ആണ് എനിക്ക് വരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് അറിയില്ല. എന്നെ ഒരു ഗൃഹനാഥനായിട്ടൊക്കെ കാണാൻ ആൾക്ക് വിഷമമായിരിക്കും, കാര്യം ചേരത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഈ സിനിമ പിന്നെ കൃഷ്ണകുമാർ എന്നെ വിളിച്ച് കഥ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ആണ് ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മതി, എനിക്കിനി എൻ്റെ സാധനം മാത്രം മതി. കാരണം എനിക്ക് ഈ കഥ പറഞ്ഞ സമയത്ത് ഒരു വലിയ സാഗ, ഒരു കടൽ പോലത്തെ ഒരു കഥയായിട്ട് തോന്നി. അതിങ്ങനെ ഇലങ്കയിൽ നിന്ന് തുടങ്ങി, ശ്രീലങ്കയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ എത്തി നിൽക്കുന്നൊരു സിനിമയാണ്. അതൊരു ജേണിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ പഴയകാല ഒരു ഗുണ്ട സാമ്രാജ്യവും അവിടുത്തെ ഒരു വിഭാഗത്തിനെ എങ്ങനെ ടൂളായിട്ട് പൊളിറ്റീഷ്യൻസ് യൂസ് ചെയ്തു എന്നുള്ളതും അതിലേക്ക് കടന്നു വരുന്ന ഒരു ശ്രീലങ്കൻ തമിഴൻ. അപ്പോൾ അതിൽ ഈ തിരുവനന്തപുരത്തിനും തമിഴ്നാട്ടിനും തമ്മിലുള്ള ഒരു ഭയങ്കര കണക്ഷനുണ്ട്. ഒരു ചരിത്രപരമായ കണക്ഷൻ, ഭാഷാപരമായ, സാംസ്കാരികപരമായിട്ടുള്ള. അപ്പം അതെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു വേറൊരു സത്തായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിലൊരു ചെറിയ കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെയും ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത് കഥയുടെ കഥാഗതിയെ മാറ്റിവിടാനുള്ള കഥാപാത്രമാണ് സാബു ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ്. എന്താ ചേട്ടാ, തെക്കൻ വടക്കൻ തെക്കനോട് മുട്ടുമ്പോൾ കുറച്ച് സൂക്ഷിച്ചു മുട്ടണം എന്നുള്ളൊരു ഡയലോഗിന് ഒരു ഉത്തരം പറയുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. തെക്കനോട് മുട്ടുമ്പോൾ സൂക്ഷിച്ചു മുട്ടണോ? സ്ഥിരമായിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അതൊന്ന് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റി. അത് ഉറപ്പായിട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. മുരളിച്ചേട്ടൻ ഈ കഥ പറയുന്ന സമയത്ത് തന്നെ ജാക്സൺ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും വളരെ ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്തും സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡയറക്ടറാണെങ്കിലും റൈറ്ററാണെങ്കിലും എല്ലാ സമയത്തും ഷൂട്ടിംഗ് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങളിലൊക്കെ ഈ ഓരോ സീനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. കുറച്ച് നാൾക്ക് മുമ്പ് എടുത്ത സീനിനെ കുറിച്ചാണെങ്കിലും ഇനി എടുക്കാൻ പോകുന്ന സീനുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം വില്ലൻ പരിപാടി മാത്രമല്ല, നല്ലത് ചെയ്യണമല്ലോ, ശ്രമിക്കണമല്ലോ എല്ലാ സീക്വൻസുകളും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചേട്ടൻ എനിക്ക് അതായത് ഇപ്പം മുരളിയേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർ കണക്കൂട്ടുന്നത് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വ്യത്യസ്തമായിട്ട് കാണും. ആ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ മാറ്റിമറിക്കാനായിട്ട് എന്തെങ്കിലും ചിന്തകളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരിതുണ്ട്. ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പം അതുപോലെ ഒരു ഫീലിങ്സ് തോന്നിയിരുന്നോ? ഉറപ്പായിട്ടും. ഇപ്പൊ എന്റെ ക്യാരക്ടറിനെ കുറിച്ചാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും. കാരണം മുരളിച്ചേട്ടൻ എന്നോട് ഇങ്ങനൊരു സിനിമയുടെ കാര്യം പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സമയം തൊട്ടേ ഞാൻ ശരിക്കും വലിയ സന്തോഷത്തില്ല. കാര്യം എന്തായാലും ഒരു നല്ലൊരു കഥാപാത്രം ആയിരിക്കും അത്. അപ്പൊ അതെങ്ങനെ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രമ്മ് പറയാമല്ലോ സാർ. എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്റ്റായിട്ടും ഡ്രമ്മ് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരു 3 മാസത്തോളം എടുത്തിട്ട് ഡ്രമ്മ് പഠിച്ചു. ഓരോ വീക്കെൻഡും ഡ്രമ്മ് പഠിച്ച വീഡിയോസ് ഡയറക്ടറിനും മുരളിച്ചേട്ടനും ഞാൻ അയച്ചു കൊടുക്കും. അത് ഓക്കെ ആണെങ്കിൽ തിരിച്ച് ശാന്തി ഇതിങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക, സ്റ്റിക്ക് കറക്റ്റ് ഇങ്ങനെയാണ്, അങ്ങനെ ശ്രമിച്ചു നോക്കുക. പിന്നെ ജാക്സൺ ഇതേ രീതിയാണ് ജാക്സന്റെ ഒരു ബോഡി ലാംഗ്വേജ്. ഒരേ സമയത്ത് ഫണ്ണും ഒരേ സമയത്ത് പെട്ടെന്ന് വേണ്ടുണ്ടാവും, പക്ഷെ ഉള്ളതിൽ ഏറ്റവും പാവമാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടറെ സംബന്ധിച്ച് അങ്ങനെയുള്ള കുറെ ക്ലാസ്സുകൾ കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ക്യാരക്ടർ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ സാധിച്ചതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും. അതുപോലെ സൗജന്യോട്
ഇപ്പം ഒരു പരിധിവരെ നമ്മുടെ കുറ്റവാളികളായിട്ട് ഉള്ള അതായത് കുറ്റവാളികളായിട്ട് ഒരു സമയത്തുണ്ടായിരുന്ന ആള് അവര് എത്ര മാറാൻ ശ്രമിച്ചാലും മാറാൻ പറ്റാത്ത ഒരു സമൂഹം നമുക്കിവിടെയുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവർക്ക് അവരെ ഒരു പോർട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ സൗജന്യ എത്ര തന്നെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും പേര് പറയുമ്പം തരിയുടെ പഴയ ആ ഒരു പ്രോഗ്രാമിനെ ആ പേര് അതിന്റെ കൂടെ ചേർന്ന് പോയ ഒരു സമയമുണ്ട്. അപ്പൊ അതിനെ ആ ഒരു ന്യൂനോട് എങ്ങനെ കാണുന്നത്? പറഞ്ഞു വന്നപ്പോഴേ ഈ റിപ്പർ ചന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു കുറ്റവാളി ഉണ്ടായിരുന്നു. അതായത് വീടുകളിൽ കയറി ആളുകളെ തലയ്ക്ക് അടിച്ചു വന്നിട്ട് ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോണ്. റിപ്പർ ചന്ദൻ ഒരു ക്രിമിനലാണ്. തരികട സാബു ഒരു ആർട്ടിസ്റ്റാണ്. തരികട എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പേരാണ്. യു ആർ കണക്ടിങ് എൻറ്റയർലി ഡിഫറെന്റ് പോയിന്റ്സ്. തരികട ഞാൻ ചെയ്തിരുന്നൊരു പ്രാങ്ക് ഷോ ആണ്. സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം പ്രാങ്ക് ഷോ ചെയ്ത ആള് ഞാനാണ് ടെലിവിഷന്റെ ചരിത്രത്തിൽ. അതായത് സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഫസ്റ്റ് പ്രാങ്ക് സ്റ്റോർ ഞാനായിരുന്നു. ആ ഷോയുടെ പേരാണ് തരികട എന്നുള്ളത്. ദാറ്റ്സ് ആൻ അവാർഡ് ടു മീ. കാരണം ഞാനത് ചെയ്യുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങുന്ന സമയത്താണ്. അതായത് ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത്. ആ ഇത്രയും വർഷമായിട്ടും എൻ്റെ പേരിൻ്റെ കൂടെ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് നെയിം. ഞാൻ ചോദിച്ചത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം സിനിമയിലൊരു സമാധാനപരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിലേക്ക് അവരുടെ പഴയ പേര് വരുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അല്ല, ആ ക്യാരക്ടറിനെ എന്നെ കൃഷ്ണകുമാർ ഏൽപ്പിച്ച സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് എല്ലാവിധ ക്രൂരതയും റൈസിസവും എല്ലാം കൂടെ ആറ്റിക്കുറുക്കിയെടുത്ത ഒരു ചെറിയൊരു പീസാണ്. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അതിൻ്റെ ആ വെറുപ്പ് പ്രകടമായിരിക്കണം. കാര്യം ഈ ക്ലാസ് ഓഫ് പീപ്പിളിനെ എനിക്കിഷ്ടമല്ല എന്നുള്ള. അപ്പം അതിനോട് ഒരു പരിധിവരെ നീതി പുലർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രത്തോളം വിദ്വേഷം ഞാൻ മനസ്സിനകത്ത് എടുക്കേണ്ടി വന്നു അത് കാണിക്കാൻ. അതിൽ കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ അതിൽ നിന്ന് സിനിമയുടെ ഭാഗമായിട്ട് നീക്കം ചെയ്യപ്പെട്ടു. കുറേ സെൻസറുകാർ കളയാൻ സാധ്യതയുണ്ട്. കാര്യം കുറേ ഡയലോഗൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞിരുന്നു. അതൊന്നും ഒരിക്കലും സെൻസർ ബോർഡ് അംഗീകരിക്കത്തില്ല. അങ്ങനെ അങ്ങ് അഭിനയിച്ചു പോയതാണ് ആ സിനിമ. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതൊരു സാധനം, ഞാൻ ഈ സിനിമ മുഴുവനായിട്ട് കണ്ടത് ഇന്ന് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി. ഞാൻ ആര്യെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല, എനിക്ക് ശ്രീലങ്കൻ തമിഴ് ഭയങ്കര ഇഷ്ടം. അതിന് ആ തമിഴിൻ്റെ ഒരു താളമുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ആവുകയും ചെയ്തു. മലയാളത്തിൻ്റെ ഭാഷയുടെ ഒരു ഒഴുക്ക് ശ്രീലങ്കൻ ഭാഷയിലുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു. സോ അതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ തിരുവനന്തപുരവുമായിട്ട് എനിക്കുള്ളൊരു അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടും കൂടി അനന്തൻ കാടിന്റെ ഭാഗമായി കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു കൃഷ്ണകുമാർ. ഓക്കെ, ഡയറക്ടറോട് നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണല്ലോ, അതൊരു കാടിനോട് ചേർത്ത് ഒരു സ്റ്റോറിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താ? അല്ല, അങ്ങനെ നാട്ടിൽ ഈ പറഞ്ഞില്ലേ, ആ പേര് അനന്തൻകാട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിനൊരു പുരാതനമായ പേരാണ്. അത് കാട്ടിനോട് ചേർത്ത് വെച്ചിട്ടില്ല. അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം. ചെങ്കച്ചുള എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ ഹൃദയഭാഗത്തിലുള്ള ഒരു ചേരിയാണ്. അപ്പൊ അത് 91 ഓൾമോസ്റ്റ് അങ്ങനെ ആയിരുന്നു. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. അത് ഫുള്ള് ഇപ്പം നിങ്ങൾ കാണുന്നതെല്ലാം സെറ്റിട്ടതാണ്. കാരണം ഇപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. സ്കൂൾ കാലത്തൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആ സ്ഥലമൊക്കെ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി അത് ആ സിറ്റിക്കുള്ളിലുള്ള ഒരു സ്ഥലമാണത്. അത് കാടുമായിട്ട് റിലേഷൻ ഇല്ല അതിന്. അതുപോലെ തന്നെ പോലീസിന്റെ ഒരു ക്രൂരത നമ്മളിപ്പം ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലാണെങ്കിൽ പല തരത്തിലുള്ള കറണ്ട് സിറ്റുവേഷൻസും ഉണ്ട്. ഇപ്പം കേസായിട്ടും രക്ഷാപ്രവർത്തനമായിട്ടും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ പോലീസിന്റെ ഒരു ക്രൂരമായ രീതിയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഈ കറണ്ട് സിറ്റുവേഷനുമായിട്ട് അല്ല കറണ്ട് ഇതുമായിട്ട് അഫയേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുത്തി ചെയ്യുന്നതാണോ, അതോ നേരത്തെ തന്നെ അങ്ങനെ ഒരു കഥയിൽ ഉദ്ദേശിച്ചു വന്നതാണോ? ഈ കറണ്ട് സിറ്റുവേഷൻസ് ആയിട്ടൊന്നും ബന്ധമില്ല. പക്ഷേ ഈ 90ന്റെ തുടക്കത്തിൽ ആ കാലഘട്ടം 89, 90, 91 കാലഘട്ടം എടുത്താൽ അറിയാം ആ സമയത്ത് കേരളത്തിൽ എന്താണ് നടന്നതെന്ന്. കാരണം ഞാനത് ഇപ്പോൾ ഇങ്ങനെ പറയാൻ താല്പര്യമില്ല.
പക്ഷെ ചില കാര്യങ്ങൾ ചില സത്യത്തിനടുത്ത് നിന്നാണ് പറയുന്നത്, പക്ഷെ മൊത്തത്തിൽ സത്യമല്ല. അഭിനയിക്കാനുള്ള ഒരു വ്യത്യസ്തത എന്തെങ്കിലും മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു? ഇവർ കൺവിൻസ് ആവുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് വളരെ സന്തോഷമായിരുന്നു. വിജയരാഘവൻ സാർ, ഇന്ദ്രൻ ചേട്ടൻ, എവ്രിബഡി ഈസ് സോ ടാലൻറ്റഡ്. മുരളി ഗോപി സാർ, ദേവമോഹൻ, ശാന്തി, സാബു സാർ, അപ്പാണി ശരത്, അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് വളരെ ഒരു ഓൾറെഡി പ്രൂവ് ചെയ്ത നല്ല ഒരു ആർട്ടിസ്റ്റാണ്. എല്ലാവർക്കും അറിയാം നന്നായി പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണെന്ന്. സോ അവരുടെ കൂടെ ഞാൻ ചേർന്ന് നടിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് ഒരു ചാലഞ്ച്. അങ്ങനെ ഞാനും നന്നായി അഭിനയിക്കണം, അവർ കൊണ്ട് നിൽക്കുന്ന സീനിൽ ഞാനും എക്സൽ ആണെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് എല്ലാ സീനും ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് വെരി എൻകറേജിങ്. ഇങ്ങനെ ഇത്രയും വലിയ ആർട്ടിസ്റ്റ് കൂടെ അഭിനയിക്കാൻ ഒരു ചാൻസും ഒരു ഓപ്പർച്യൂണിറ്റിയും, അതേ സമയത്ത് സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ, പടത്തിന്റെ ക്യാൻവാസും ഡയറക്ടർ കൃഷ്ണകുമാർ, സോ എല്ലാം ചേർന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ചെറിഷ്. വിജയൻ ചേട്ടാ, ഈ പൊളിറ്റിക്സിലെ ഈ രാഷ്ട്രീയക്കാരനായിട്ടും പോലീസുകാരനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. ഓരോ സിനിമയിലും വ്യത്യസ്തമായിട്ട് എങ്ങനെ വരാൻ പറ്റുന്നു, അതൊന്ന് പറയാമോ? എങ്ങനെ? ഈ രാഷ്ട്രീയക്കാരനായിട്ടും പോലീസുകാരനായിട്ടും എപ്പോഴും വിജയരാഘവൻ ചേട്ടൻ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഓരോ സിനിമയിലും വ്യത്യസ്തനായിട്ടാണ് വരുന്നത്. അതെങ്ങനെ വരാൻ പറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അഭിനയം തുടങ്ങിയത്, പ്രൊഫഷണലായിട്ട് തുടങ്ങിയത് ഒരു 56 വർഷമായി. അഭിനയം മാത്രമാണ് പണി. ഞാൻ കോളേജ് കഴിഞ്ഞു, ഒരു 10-15 വർഷത്തോളം നാടകത്തിലായിരുന്നു. നാടകം അച്ഛൻ്റെ കൂടെ വിശ്വകേരള കലാസമിതി ഞങ്ങളുടെ സ്വന്തം സമിതിയാണ്. അച്ഛന്, എൻ്റെ അമ്മ, എൻ്റെ ചിറ്റ, അച്ഛൻ്റെ പെങ്ങള്, എൻ്റെ സിസ്റ്റർ, ഞങ്ങളെല്ലാവരും നടീനടന്മാരായിട്ടുള്ളൊരു നാടക ഗ്രൂപ്പാണ് ഞങ്ങളെ. അപ്പോൾ അവിടെ 10-13 വർഷം ഞങ്ങളുടെ ട്രൂപ്പിൽ മാത്രം അഭിനയിച്ച നടീനടന്മാരുണ്ടാവും. ഈ ഓരോ വർഷവും ഓരോ നാടകം കളിക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അത് അച്ഛനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഹൗ ടു മേക്ക് എ ക്യാരക്ടർ, എങ്ങനെയാണ് കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് എന്ന് അച്ഛൻ ഓരോരുത്തർക്കും ഈ കഥാപാത്രം എന്താണെന്നും അയാൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എങ്ങനെയാണ് അയാളുടെ സാഹചര്യത്തിൽ കൂടെ ഇവിടെ എത്തിപ്പെട്ടത്, ഇപ്പം അയാൾ എവിടെ നിൽക്കുന്നു, അങ്ങനെ ഒരു കഥാപാത്രം എന്താണെന്നുള്ളത് നടനെ പറഞ്ഞ് അയാളുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അച്ഛന്. ഇത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അത് ഞങ്ങളുടെ കൂടെയുള്ള പല നടീനടന്മാരും അത്ഭുതകരമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ യൂണിവേഴ്സിറ്റി പോയാലൊന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ എൻപിള്ളയുടെ മകനായിട്ട് ജനിച്ചതും അങ്ങനെ നാടക ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ പറ്റിയതും. ഇത്രയും മലയാളത്തിലെ മിക്ക നടീനടന്മാരും നാടക നടന്മാർ, ഇപ്പം മുരളീശ്വര അച്ഛൻ, ബി പി നായർ എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള അനവധി നടീനടന്മാർ മലയാളത്തിലെ, ഇവരെല്ലാം ഞങ്ങൾ നാടക ഗ്രൂപ്പിൽ അഭിനയിച്ചിരുന്നവരാണ്. അപ്പോൾ അവരൊക്കെ അത്ഭുതകരമായി കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് കഥാപാത്രങ്ങൾ, ആ ആളല്ലല്ലോ ഇത് എന്ന് തോന്നുന്ന രീതിയിലുള്ള മാറ്റമാണ് അവർ സൃഷ്ടിക്കുന്നത്. അപ്പം അത് കണ്ടു പറയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ സിനിമയിൽ വന്നപ്പോൾ ഞാൻ 83 സിനിമയിൽ വളരെ സജീവമായത്. അപ്പോൾ 43 വർഷം സിനിമ മാത്രമാണ്. ഈ ഇത്രയും വർഷവും വളരെ വ്യത്യസ്തമായ ഡയറക്ടേഴ്സ്, ഇതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ നടീനന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് പറ്റിയത്, എനിക്ക് കിട്ടിയ ഭാഗ്യം അതാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ പറ്റി. അത് എത്രയും വ്യത്യസ്തമാക്കാൻ പറ്റുമോ അത്രയും വ്യത്യസ്തമാക്കാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാനൊരു കഥാപാത്രത്തെ അഭിനയിക്കുന്നത് എൻ്റെ മുഖം കൊണ്ടല്ല ഞാൻ അഭിനയിക്കുന്നത്, എൻ്റെ മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് ഞാൻ ആ കഥാപാത്രം ആകാൻ ശ്രമിക്കും. അത് എത്രമാത്രം ഭംഗിയാകുന്നുണ്ട്, അതിന് ചിലതൊക്കെ അത്രയൊന്നും വിചാരിക്കുന്ന പോലെ പറ്റുകയില്ല. പിന്നെ ഒരേ പാറ്റേണിൽ ഇപ്പം മുഖ്യമന്ത്രി, ഞാൻ എത്ര മുഖ്യമന്ത്രി അഭിനയിച്ചിരിക്കുന്നു, എത്ര പൊളിറ്റീഷ്യൻ അഭിനയിച്ചിരിക്കുന്നു. അത് ഒരു പരിധിക്കപ്പുറം എത്ര വ്യത്യസ്തമാക്കാൻ പറ്റും. എൻ്റെ ഈ ഭാവവും എൻ്റെ ശരീരമൊക്കെ അല്ലേ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ കൈയും കാലും എൻ്റെ മുഖമൊക്കെ അല്ലേ. അപ്പം മാക്സിമം ഞാൻ ട്രൈ ചെയ്യും വ്യത്യസ്തമാക്കാൻ. പിന്നെ ഈ ഡയറക്ടർ പറയുന്നത്, ഇപ്പം മുരളി ഗോപിയെ സ്ക്രിപ്റ്റ് എഴുതിക്കുന്നത്, അപ്പം മുരളി ഗോപി ആ കഥാപാത്രം എങ്ങനെയായിരിക്കും ചേട്ടാ, ഈ മുഖ്യമന്ത്രി ഇങ്ങനെയാണ്, മറ്റൊരു മുഖ്യമന്ത്രി വേറെ രീതിയിലാണ്. ഇപ്പം ഞാൻ രാജു പൃഥ്വിരാജ് ചെയ്യുന്ന പടമുണ്ട്, ഐ ആം നോബഡി.
അതിനകത്ത് മുഖ്യമന്ത്രിയാണ്, അത് വേറെ ടൈപ്പാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ. അപ്പം എങ്ങനെയാ ഉള്ള സ്വഭാവക്കാരനാണെന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ പറയും. പിന്നെ ഡയറക്ടർ ഓരോ സീൻ പറയുമ്പോൾ അതിന് മുമ്പ് ഇപ്പം ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചതല്ലേ ഇത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സീക്വൻസും ചേട്ടാ അങ്ങനെയാണ് ഈ സിറ്റുവേഷൻ, ഇതിന് മുമ്പ് അങ്ങനെ ആയിരുന്നു. ഇത് പറയുമ്പോൾ നമ്മളൊരു ബോധം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ. നമ്മുടെ മനസ്സാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതിങ്ങനെയുള്ള ആൾക്കാരോട് പ്രവർത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പം ഇത് ഷാജയുടെ കൂടെ അഭിനയിക്കാൻ പറ്റും, വലിയ ഭാഗ്യമാണ്. ഇപ്പം അദ്ദേഹം നിങ്ങൾ ചോദിച്ച തമിഴ് ഇങ്ങനെ മലയാളത്തിൽ വന്നു. അദ്ദേഹം മലയാളിയാണ്, അദ്ദേഹത്തിന് തമിഴും മലയാളവും അദ്ദേഹത്തിന് ഏത് റേഞ്ചിലും പോകാൻ പറ്റും. അദ്ദേഹം തമിഴ് ചെയ്യുമ്പം തമിഴ് പലപ്പോഴും പലതും ചിലപ്പോൾ എക്സാജറേഷൻ വേണം. പക്ഷെ ഇപ്പം അതില്ല കേട്ടോ. ഇപ്പം പലരും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. പണ്ട് ശിവാജി സാറിൻ്റെ ഒരു കാലഘട്ടം മുതൽ ഉള്ളൊരു ശീലമാണത്. അത് മാറി വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ അത് നമുക്കങ്ങനെ പെടുത്താൻ തമിഴ് നടന്നോ മലയാളം നടന്നോ വിവക്ഷിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹം നടനാണ് ആത്യന്തികമായിട്ട്. അത് അദ്ദേഹം ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മുടെ കൂടെ നിന്ന് അഭിനയിക്കുന്നത് എങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അദ്ദേഹം കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരു ആസ് എ ക്യാരക്ടർ. പിന്നെ അവസാന നിമിഷം എന്നെ വെടിവെക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹം നോക്കുമ്പോൾ ഞാനൊരു ഭയം തോന്നണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിപ്പ് കാണണം. ആ ചൂണ്ടി നിൽക്കുമ്പം എത്രയും ഗംഭീരനായ ഒരു മനുഷ്യനാണെങ്കിലും ധീരനാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെങ്കിലും ഒരു പകപ്പുണ്ട് അയാളുടെ. ആ പകയ്ക്കണമെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതുപോലെ അഭിനയിക്കണം. അഭിനയിക്കാൻ മീൻസ് അയാളിൽ ആ ഒരു മാനസികമായിട്ട് ആ അവസ്ഥ ഉണ്ടാവണം. അപ്പം ഞങ്ങൾ ആ പൊടിപടലമുള്ള ഇവിടെ ജയ്സാൽമി എന്ന സ്ഥലത്താണ്. മുഴുവൻ പൊടിയാണ്, പൊടിയും കാറ്റും അങ്ങനെ എല്ലാവരും അവസരമായി അവിടെ വെച്ചാണ്. പക്ഷെ അവിടെ ഇദ്ദേഹം ആ തോക്കുമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയം തോന്നും, തോന്നിപ്പിക്കണം. അതാണ് നടൻ. അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാനും അറിയാതെ എന്നിലും ഉണ്ടാവും. അതാണ് ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് നടന്മാർ തമ്മിൽ. അതാണ് നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ വിജയം, പ്രത്യേകിച്ച് മലയാളത്തിൽ. ശാന്തി ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഈ ക്യാരക്ടറിലെ ഡയലോഗ് അതുപോലെ തന്നെ കഥാപാത്രം എല്ലാം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയോ ഇനി വരാൻ പോകുന്ന ഇതിലേക്ക് ഇങ്ങനത്തെ ഒരു റോൾ വരുമോ അങ്ങനെയുള്ള പേടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? ഭദ്രമായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന ക്യാരക്ടർ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. സോ അത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നോക്കണം. പക്ഷേ ഐ മീൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് വറി. അത് തന്നെയാണ് കാരണം. എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മൾ മുമ്പ് ചെയ്യാത്ത ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കണമെന്ന്. അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുരളിച്ചേട്ടൻ എഴുതുന്ന കഥാപാത്രങ്ങളുടെ സ്ക്രീൻ ടൈം അനുസരിച്ചിട്ടല്ല അവരുടെ ഡെപ്ത് ഉണ്ടാവുക. ലിമിറ്റഡ് സീൻസ് ആണെങ്കിൽ പോലും അവർക്ക് ഒരു അവരുടേതായ ഒരു ജേർണി ഉണ്ടായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടേതായ പെർഫോമൻസിനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ മുരളിച്ചേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റാന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു പ്ലേ എ ക്യാരക്ടർ റിട്ടൺ ബൈ ഹിം. പിന്നെ ഈ ടീമും ഭയങ്കര ഒരു ടെക്നിക്കലി സൗണ്ട് ആൻഡ് ഭയങ്കര ക്രിയേറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കമേഴ്ഷ്യൽ പടമാണിത്. ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ആൻഡ് ലാർജ് ക്യാൻവസിലുള്ള പടമാണ്. എനിക്ക് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇത് സ്വീകരിച്ചത്. ഇന്ദ്രൻ ചേട്ടനോടാണ്. ഇപ്പോൾ ഇതുവരെ ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ ഇത്രയും മാസമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോൾ ഈ ക്യാരക്ടർ തന്നിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു തോന്നിയത്? എന്നെ വേറെ ആരുടെയോ കഥ മാറി പറയുകയാണെന്ന് വിചാരിച്ചു. കാരണം മുരളി സാറ് ഒരു ദിവസം വിളിച്ചിട്ട് നമുക്ക് ഒരു വലിയ സംഭവം ഒരുമിച്ച് ഒരു പടം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞതാ, ഒരു വലിയ സാധനം വരുന്നുണ്ട് ചേട്ടാ, ഒരു വലിയ പടമാണ്, ഒരു ചേട്ടന് വലിയ ക്യാരക്ടറാണ്, ചേട്ടൻ കൂടെ നിൽക്കണം. ഞാൻ കാരണം അതിനു മുമ്പുള്ള പടത്തിൽ അദ്ദേഹത്തിന് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരാൾ ചുമ്മാ നടന്നു പോയാലും ആ കഥാപാത്രം അതിനൊരു അർത്ഥം ഉണ്ടാകുന്ന കഥാപാത്രങ്ങളായിരിക്കും. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് കൃഷ്ണകുമാർജി വിളിക്കുന്നു, മുരളിച്ചേട്ടൻ ഇവിടെ ഉണ്ട് ഫ്ലാറ്റിൽ ഫ്രീ. അപ്പോൾ ഫ്രീ ആണ് ഞാൻ ചെന്നു.
കഥ പറഞ്ഞു അങ്ങനെ ഗംഭീര കഥ. ഞാനതിൽ നോക്കിയിട്ട് എനിക്ക് തകർന്ന ഒരു വേഷവും ഇല്ല. അപ്പൊ തീരാറായപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് കൃഷ്ണൻകുട്ടിയാണെന്ന്. കുറെ നേരം ഞാൻ മിണ്ടാതെ ഇരുന്നു. മാറിപ്പോയതാണോ കൃഷ്ണൻകുട്ടി? ഞാൻ പിന്നെ അതിന് ഒരു ആർത്തി കൊണ്ട് ഞാൻ അങ്ങ് വലിയ സന്തോഷത്തിലായി. പക്ഷെ ഷൂട്ടിംഗ് എടുക്കും തോറും അങ്കലാപ്പായിരുന്നു. ഷൂട്ടിംഗ് തീർന്നുമ്പോഴത്തേക്കും നമുക്കെന്താ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട്, സാറ് പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഒരുപാട് വർക്ക് കണ്ട് ആജി സാറൊക്കെ കിടന്ന് പാടുപെടുമ്പോൾ ഞങ്ങൾ മാറി 4 പേരും ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇഷ്ടംപോലെ സമയം കിട്ടി കുറേ ദിവസമായെങ്കിലും. അതുകൊണ്ട് തന്നെ ഓരോ സീനും നമ്മൾ ഒരുമിച്ചുള്ള സീൻ നേരത്തെ എടുത്ത് വായിച്ചിട്ട് ഇതൊന്ന് വരും എന്ന് നോക്കിയിരിക്കുക. അതിൻ്റെ ഒരു ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പടം ഒരുവിധം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് പുറത്തു വരുമ്പോൾ അഭിപ്രായം അറിയണമല്ലോ, അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അത് ഇത്തിരി വൈകിയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വന്നത് വളരെ സമാധാനം തരുന്നതായിരുന്നു. ഒരു പ്രതീക്ഷ തന്നു. ഞാൻ കാണാത്തൊരു ശരീരം എനിക്കുണ്ടെന്ന് തോന്നി. അതിനൊക്കെ കൃഷ്ണകുമാർജിയും സാറും മുരളി സാറിൻ്റെ ചെയ്യിച്ചതാണ്. ഒരുപാട് എൻ്റെ ശബ്ദത്തിലും എൻ്റെ ചലനത്തിലും ഒക്കെ എന്നെ ഒരുപാട് നിയന്ത്രിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ദൈവാധീനം കൊണ്ട് ഞാൻ അങ്ങനെ വന്നൊരു കൂട്ടുകെട്ടിൽ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥമായിട്ട് ഞാൻ കാണുന്നത്. ഉറപ്പായിട്ടും ഇനി ഞാൻ അടങ്ങി നിൽക്കില്ല. ഇന്ന് തിയേറ്ററില് ഭയങ്കരമായി കയ്യടി വീണ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഇന്ദ്രൻസേട്ടൻ ചെയ്ത ക്യാരക്ടർ. കാരണം ഇന്ദ്രൻസേട്ടൻ ഇത് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു മാസ് പെർഫോമൻസ്. അപ്പൊ ഇത് സ്ഥിരം ഗുണ്ടായിട്ട് കാണണമെന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത്. ഞാൻ പറയട്ടെ ഇന്ദ്രൻസിനെ പറ്റി. അല്ല, ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു ഇന്ദ്രൻസ് മാസായിരുന്നു. ഒരു ഒറ്റ അടി പോലും ആരും അടിച്ചിട്ടില്ല. ഈ പാവങ്ങളെല്ലാം ആര്യ മറ്റേ അപ്പാനി ഇതെല്ലാം കൂടെ എത്ര അടിയുണ്ട് അതിനകത്ത്. ആകപ്പാടെ പാവം ഒറ്റ വീഴ്ച വീണുള്ളൂ. പക്ഷെ മാസായി ആള്. ഇതാണ് ചൊളിവ് നിന്നത് മാസായിട്ട്. അങ്ങനെ പറയും. ആര്യ സർ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി. താങ്ക് യു. ഇതിനു മുമ്പ് മലയാളം ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ഉറുമി, ഡബിൾ ബാരൽ, ഇതേപോലെ നല്ല സിഗ്നേച്ചർ ഇന്നും മലയാള ഇൻഡസ്ട്രി സംസാരിക്കുന്ന മൂവീസ് തന്നിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ എന്ത് തോന്നുന്നു, അനന്തങ്കാട് എത്രമാത്രം കോൺഫിഡന്റ് ആണ് ഇതും ഭാവിയിൽ ഇൻഡസ്ട്രി ടോക്ക് ചെയ്യുന്ന ഒരു മൂവി തന്നെ ആയിരിക്കും? എന്തായാലും അതിലുണ്ടാവും. എന്താ വെച്ചാൽ സ്ക്രിപ്റ്റ് പടത്തിന്റെ ക്യാൻവാസും ആ സ്കെയിലാണ് ഉള്ളത്. ആൻഡ് ഇപ്പോൾ രാവിലെ മുതൽ എല്ലാ ഫീഡ്ബാക്കും എല്ലാം ഭയങ്കര പോസിറ്റീവാണ്. ഒരു അടിപൊളി പടം, ഒരു ഭയങ്കരമായ ഒരു മേക്കിങ്ങിലെ ഒരു പടം, നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്ക്രീൻ പ്ലേ, പവർഫുൾ ആണ് പെർഫോമൻസ്. സോ ഇങ്ങനെ വരുന്നത് വെരി റയർ. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും അപ്രീഷിയേറ്റ് ചെയ്ത് പറയുമ്പോൾ സാർ മുമ്പ് പറഞ്ഞ പോലെ നല്ല സിനിമ, ഗുഡ് സിനിമ, നോട്ട് ഓൺലി ക്യാമറ, മ്യൂസിക്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എക്സൽ ആയ ഒരു പടമാണ് ഈ അനന്തൻകാട്. സോ വെരി ഹാപ്പി. താങ്ക് യു. ഡയറക്ടർ സാറിനാണോ? സർ, ഇപ്പം ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഏതായിരുന്നു? കൊറിയോഗ്രാഫി ആയിരുന്നോ, കാസ്റ്റിംഗ് ആയിരുന്നോ? ഏത് പാർട്ടാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്? ഷൂട്ടിംഗ്. അതിപ്പോ എങ്ങനെ, ഫൈറ്റ് സീൻസ് ആയിരുന്നോ കൂടുതലോ? അല്ലല്ല, ഇതിന്റെ ത്രൂ ഔട്ട് ഇതിന്റെ ഒരു ക്യാൻവാസും ഇതിന്റെ സീക്വൻസുകളെല്ലാം കുറച്ച് വലിപ്പമുള്ളതാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്യാത്ത കുറെ സീക്വൻസുകളുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു ഷൂട്ടിംഗ്. എങ്ങനെ സെൻസറിങ്? ഇല്ല, അത് എഴുത്തിന് മുമ്പേ നമുക്കറിയാലോ. എഴുതി കഴിയുമ്പോൾ അറിയാലോ ഇത് സെൻസറിങ് ഇഷ്യൂ വരാൻ സാധ്യതയുള്ളത്. അങ്ങനെയുള്ള ഒക്കെ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. കാരണം എഴുതുന്ന സമയത്ത് ഞാൻ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ആ സ്ക്രിപ്റ്റിംഗ് ടൈമിലെല്ലാം ഫുൾ ഇരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കട്ട് ചെയ്യുകയും പറയണമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ എന്ത് പറയണമെന്ന് ബഡ്ജറ്റ് പ്രൊഡ്യൂസർ പറഞ്ഞു. അതെ, ഉറപ്പായിട്ടും അത് പറയാൻ എനിക്കും പറയാനുണ്ട്. കാരണം
ഇപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടോ വലിയൊരു ക്യാൻവാസ് എഴുതി വെച്ചാലോ അത് സിനിമയാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അത് വിനോദത്തിനൊരു പ്രൊഡ്യൂസർ വന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയത്. എന്നാൽ അത് ആദ്യം ഈ സിനിമ നല്ലതാണെന്നും ഈ സിനിമ ചെയ്താൽ അത് നന്നാവുമെന്നും ആദ്യം അത് തിരിച്ചറിഞ്ഞാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മുരളിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനൊരു സിനിമയാണെന്ന് തീരുമാനിച്ചു, അത് നല്ല സിനിമയാണെന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് മറ്റൊരാൾ തിരിച്ചറിയണമല്ലോ ഇത് ചെയ്യണമെന്ന്, അതും ഇത്രയും വലിയൊരു ക്യാൻവാസിൽ. അപ്പൊ അത് വലിയ 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 കാര്യമാണ് പുള്ളി ചെയ്തത്. അങ്ങനെ സമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാനൊന്നുമല്ല. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച് തിരുവനന്തപുരത്ത് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്. മുരളിച്ചേട്ടനും അതെ. ഇപ്പൊ ഞങ്ങൾ ഈ സിനിമയുടെ ബാക്കിയുള്ള പ്രൊമോഷൻസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തുള്ള പല കഥാപാത്രങ്ങളും നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടതുകൊണ്ട് മുരളിച്ചേട്ടൻ എന്നോട് പറഞ്ഞ കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങൾ എത്ര സ്ട്രോങ് ആയതും. അപ്പൊ ഞങ്ങൾ കണ്ടു വളർന്നൊരു സിറ്റിയിലൊരു കഥയാണ് പറയുന്നത്. അപ്പോൾ അവിടെ നടന്ന ചില കാര്യങ്ങൾ നമ്മൾ സിനിമയാക്കിയേ ഉള്ളൂ. അപ്പൊ അതിൽ വന്നുപോയ ചില കാര്യങ്ങളാണ്, അതിന്റെ ശരിയും തെറ്റിലേക്കും പോയിട്ടില്ല. അങ്ങനെ പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ പറയണമെന്ന് തോന്നി പറഞ്ഞേ ഉള്ളൂ. എന്തേ നിഖിലാഭൂമിയിലുണ്ടായിരുന്നു എല്ലാ പ്രൊമോഷനും. ഇന്നിവിടെ ആകാൻ പറ്റാത്തതുകൊണ്ടാണ്. ദുബായിലുണ്ടായിരുന്നു, ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും ഉണ്ടല്ലോ, എല്ലാ പ്രൊമോഷനും ഉണ്ട്. ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി. ആ സീൻ എടുക്കുമ്പോൾ അവരവിടെ ഉണ്ട്. അതെ, നിങ്ങളുണ്ടല്ലോ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ക്യാരക്ടർ നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നു, സക്സസ് ആയി. അപ്പോൾ ഇനി അങ്ങോട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ പ്രതീക്ഷിക്കാമോ? എന്തായാലും പ്രതീക്ഷിക്കാം. അടുത്ത പ്രാവശ്യം മലയാളം പടം ചെയ്യുമ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കും, തമിഴിൽ സംസാരിക്കില്ല. ഫസ്റ്റ് എൻട്രി തമിഴിൽ സംസാരിച്ചിട്ട് മേ ബി നെക്സ്റ്റ് ഫിലിം ഓൺവേർഡ്സ് മലയാളം സംസാരിച്ച് ആക്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഈസി അപ്രോച്ച് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഡെഫിനറ്റ്ലി മലയാള പടം ചെയ്യും. Thank you so much.